ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ മൂൺ ഗോഡൻസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. ഈ ഒരു വർക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ജോർജറ്റ് മെറ്റീരിയലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേപോലെയുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ഒരു റെയിൻബോ കളർ കട്ട് ബീഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ എ ലൈൻ മോഡലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു ലൈനിങ്ങിലെ. എന്നിട്ട് നെക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേപ്പറിനെ ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ രണ്ടായിട്ട് ഓപ്പൺ വരാത്ത ഭാഗമാണ്. ഓപ്പൺ വരുന്ന ഭാഗം എൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 3 അതേപോലെ ഇറക്കം ഞാൻ അധികം കൊടുക്കുന്നില്ല, 4.5 ഇറക്കം കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഞാനൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് അകത്തേക്ക് ഒരു റൗണ്ട് നെക്ക് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക്. ഇനി നമ്മുടെ ഹാൻഡ് വർക്ക് നിൽക്കുന്ന ജസ്റ്റ് ഒന്ന് വൈഡാക്കി കൊടുത്താണ്. ഹാൻഡ് വർക്ക് മൊത്തത്തിൽ നമുക്ക് ചെസ്റ്റിന് നിൽക്കണമല്ലോ. ഞാൻ 3.5 വീതി കൊടുത്തതിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 3.5യുടെ അവിടെ നിന്ന് 1.5 ടോട്ടൽ 4. ഇറക്കം, ഹാൻഡ് വർക്കിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് 13 കേട്ടോ. ഇറക്കം 12 കൊടുക്കുന്നത്, 12. അപ്പോൾ ചെസ്റ്റ് കുറച്ചുകൂടി ഇറക്കമുള്ള വേണമെന്നുള്ളവർക്ക് 13 കൊടുക്കാം. അതിൽ കൂടുതലൊന്നും കൊടുക്കരുത്, ബോറായി പോവേ. എന്നിട്ട് അതും ഒരു സ്ക്വയർ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെറ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കേട്ടോ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. താഴത്ത് കട്ട് ചെയ്യുകയാണ് ആദ്യം താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് വേണം നെക്ക് കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് കിട്ടിയെന്ന് വരില്ല. ഇനി നമുക്ക് ആ നെക്ക് കൂടെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ ഈ രണ്ടാമത് വരച്ചതിൻ്റെ ആ കറക്റ്റ് ഇതിലാണെങ്കിലും നമ്മുടെ ഹാൻഡ് വർക്ക് നിൽക്കാൻ പോകുന്നത്. ഇതേ നിൽക്കും പോയി കഴിഞ്ഞിട്ട് ബാക്കി ഫുൾ ഹാൻഡ് വർക്ക്. ഓക്കെ. എന്നിട്ട് ഞാൻ ക്ലോത്തിൽ ഇതേപോലെ ഒരു തുണി ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ വെച്ച് ഫ്രെയിം ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തുണിയുടെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ. സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് നെക്ക് മാർക്ക് ചെയ്യണം, കറക്റ്റ് സെൻറ്റർ. പിന്നെ ആ സെൻറ്റർ ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടൊരു പേപ്പർ കൊടുത്തില്ലേ, അത് മാർക്ക് ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് മാർക്ക് ചെയ്യുന്ന വീഡിയോ മിസ്സായിപ്പോയി. എനിക്കൊന്ന് പ്ലേ ആവാതായി പോയതാണ്. ഇതേ രീതിയാണ് കേട്ടോ ഫ്രെയിം ജോയിൻ ചെയ്തെടുക്കുന്നത്. പയ്യെ ഫുള്ളി റൗണ്ടിൽ ഇതേ രീതിയിൽ സ്ട്രെയിറ്റ് വരച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് നെക്കും പിന്നെ ആ രണ്ടാമത്തെ അതുകൂടെ വരച്ചെടുക്കണം. പിന്നെ ഓരോ ഇഞ്ച് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഞാൻ ക്രോസ് ആയിട്ട് വരച്ചെടുക്കുവാണേ. ഇതേപോലെ ഒരു എല്ലാം 1 ഇഞ്ച് തന്നെ ആയിരിക്കണം. ആ ടേപ്പിൻ്റെ വീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ വരച്ചെടുക്കുന്നേ. ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ. ആ നെക്കിൻ്റെ ആ സ്പേസ് വിട്ടിട്ട് മൊത്തം നമ്മൾ ഇതേ രീതിയിൽ ക്രോസിന് വരച്ചെടുക്കുവാണേ. ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ, പാടൊന്നുമില്ല. അങ്ങനെ ഒന്ന് മെനക്കെടണം, അത്രമാത്രം. കറക്റ്റ് ആയിരിക്കണം. ഒരു വട്ടം നമ്മൾ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഫ്രെയിം ഊരാൻ പാടില്ല കേട്ടോ. ഊരിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസൈൻ കുളമായി പോവേ. ഒരു സൈഡ് വരച്ചെടുത്തു. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഡെഡ് എൻഡിൽ നിന്ന് ആണ് കേട്ടോ വരയ്ക്കുന്നത്. അതും 1 ഇഞ്ച് വീതി തന്നെയാണ് വരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഫുള്ള് വരച്ചെടുക്കുവാണ്. അങ്ങനെ ഞാൻ വരച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുളമായിട്ടൊക്കെ തോന്നും, ബട്ട് വരച്ചെടുത്തപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ.
പിന്നെ ദാ ആദ്യം ഔട്ടർ ലൈൻ ചെയ്തെടുക്കുവാണ് കേട്ടോ ഞാൻ. ഫുള്ളി നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം ആദ്യം. ആദ്യം ഔട്ട്ലൈൻ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് എളുപ്പം. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് ആദ്യം ഉള്ളിൽ ചെയ്തിട്ട് അവസാനമാണ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് അവർ പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കിതാണ് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ കട്ട് ബീഡാണ്. ഓരോ കട്ട് ബീഡിനും ഓരോ സ്റ്റിച്ചസ് ആണ് കേട്ടോ. ഷുഗർ ബീഡ്സിന് മാത്രമേ നമ്മൾ 2 ഷുഗർ ബീഡ്സിനും 1 സ്റ്റിച്ച് കൊടുക്കത്തുള്ളൂ. ബാക്കി എല്ലാ ബീഡ്സിനും ഓരോ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. അല്പം ടൈം എടുത്താണ് കേട്ടോ ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഒറ്റ കളർ ബീഡ് ആയതുകൊണ്ട് പിന്നെ അല്പം ഈസി ആയിട്ട് തോന്നി. ബീഡ്സ് ചേഞ്ച് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഞാൻ വരയിട്ടത് മൊത്തത്തിൽ കുളമായി പോയത്. അതിനിടയ്ക്ക് ഞാനൊരു യെല്ലോ കളർ ചോക്കൊക്കെ എടുത്ത് അതാണ് മൊത്തത്തിൽ കുളമായിപ്പോയത് കേട്ടോ. എന്താ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി ഔട്ട്ലൈന്. നെക്കിന് നമ്മുടെ മൂൺ ഗോഡ്സിന് വർക്കില്ലായിരുന്നു കേട്ടോ. ബട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി നെക്കിനൂടെ ചെയ്യാമെന്ന്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു 3 കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഓരോ ലെയറിലും 3 ബീഡ്സ് വെച്ചിട്ട് 3 ലെയറായിട്ടാണ് ഞാൻ ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. എൻ്റെത് ഒരു പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളർ റെയിൻബോ കട്ട് ബീഡാണ്. അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ ആ ലീഫ് നമ്മൾ ഫുൾ ഔട്ട്ലൈനിൽ ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്ര തിക്കായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്ത്. അപ്പോൾ 1 ഇഞ്ചൊക്കെ കൊടുത്താൽ ഒരുപാട് അകലം തോന്നിക്കും നമ്മുടെ ഹാൻഡ് വർക്കിന്. ഭംഗി കിട്ടണമെങ്കിൽ അടുത്തടുത്ത് കൊടുക്കണം കേട്ടോ. ഓൾമോസ്റ്റ് നല്ല ടൈം എടുത്തിട്ടും ഞാൻ ഒരു 1/2 ഭാഗം എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ.
ഓൾമോസ്റ്റ് നല്ല ടൈം എടുത്ത് തന്നെയാണ് കേട്ടോ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അത് അത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ക്രോസ് വരച്ചേക്കുന്ന ലൈനിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിട്ടു, രണ്ടാമത്തെ സ്റ്റിച്ച് ഇട്ടപ്പോഴാണ് ഞാൻ നെക്കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാധാ ചോക്കിലാണ് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓരോ ലൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഞാൻ ലോക്കിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുർത്തിയുടെ അളവ് ചെസ്റ്റ് അളവ് 32 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ നമ്മുടെ ഹാൻഡ് വർക്ക് ഒരുപാട് വലുതായി തോന്നാത്തത്. നമ്മൾ നെക്കിൻ്റെ അകലം കൊടുത്തതെന്ന് വെച്ചാൽ 3 ഇഞ്ചാണ്. പിന്നെ കൊടുത്തേക്കുന്നത് ആ ഹാൻഡ് വർക്ക് 3 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കൂടാണ് ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് ഇതിനേക്കാളും 36, 38 ഒക്കെ ഉള്ളവരെ, അപ്പോൾ ഒരു 4 ഇഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. 5-5.5 ഇഞ്ചിലൊക്കെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ റെഡിമെയ്ഡ് ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയൽ മേടിക്കുമ്പോൾ എപ്പോഴും അവർ 36, 38 ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ 40 ചെസ്റ്റ് അളവിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു അളവായിരിക്കത്തില്ല ഇപ്പം നമ്മുടേത്. അതാണ് നമുക്ക് തലവേദന വരുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻഡ് വർക്ക് ബ്ലൗസസ് ആണ്. അവർ ചെയ്തേക്കുന്ന അളവേ ആയിരിക്കത്തില്ല നമ്മുടെ കസ്റ്റമറിൻ്റെ അളവ്. അവർ റെഡിമെയ്ഡ് മേടിക്കുന്നത് ആ ഒരു ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ട് ഫുള്ളി ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. എത്ര പറഞ്ഞാലും റെഡിമെയ്ഡ് ഒന്നെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ചെയ്യിക്കുക, കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് എപ്പോഴും പറഞ്ഞു കൊടുക്കുക, ഇതാണ് എൻ്റെ ചെസ്റ്റ് അളവ്, ആ ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് വെച്ചേക്കുന്നത് ഒരിക്കലും നമുക്ക് സൂട്ടാവുന്നില്ല. പിന്നെ അതിൽ ഒരു 10% ആയിരിക്കും സൂട്ടാവുന്നത്, ബാക്കി എല്ലാം ഫ്ലോപ്പാണ് കേട്ടോ. 32 ചെസ്റ്റ് അളവാനായിട്ടാണ് ഇത് ചെറുതായിട്ട് തോന്നിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിലൂടെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ചെയ്ത് വന്നപ്പോഴാണ് നെക്കിലൂടെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെ നെക്കിലൂടെ ഫുള്ളി ഫിനിഷ് ചെയ്തെടുക്കുവാണ് കേട്ടോ.
ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടോ. നല്ല കട്ട് ബീഡാണ് കേട്ടോ. ആ കളറിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തിരുന്ന ഒരു കട്ട് ബീഡാണ്. നല്ല ഷൈനിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളി കംപ്ലീറ്റ് ആയി. സ്റ്റിച്ചിങ്ങിലൂടെ കഴിഞ്ഞിട്ട് ആ ഉള്ളിൽ കണ്ടാലോ വായോ. ഞാനിത് എ ലൈനായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടി. അപ്പോൾ ഞാൻ ദുപ്പട്ടയിലും ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചെയ്തില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.